എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 ഡിസംബർ 14 നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഈ വീഡിയോയോടുകൂടി 2023 ഡിസംബറിൽ നടത്തിയ എല്ലാ ഷിഫ്റ്റിലെയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അനലൈസ് ചെയ്ത് തീരുവാണ്. അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ 2024 ജൂൺ സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിനു മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് പേപ്പർ 1 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന ഹയർ എഡ്യൂക്കേഷനിലെ റീഡിംഗ് കോംപ്രഹെൻഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോളിസി ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ബിഗാൻ വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ്, അതായത് ഹയർ എഡ്യൂക്കേഷൻ്റെ സ്വകാര്യവൽക്കരണം ഏത് 5 ഇയർ പ്ലാനോട് കൂടിയാണ് തുടങ്ങിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4th 5 ഇയർ പ്ലാൻ, 6th 5 ഇയർ പ്ലാൻ, 8th 5 ഇയർ പ്ലാൻ, 10th 5 ഇയർ പ്ലാൻ. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. 8th 5 ഇയർ പ്ലാൻ ആണ്. അത് 8ാം പഞ്ചവത്സര പദ്ധതിയോടെയാണ് പ്രൈവറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ബിഗാൻ ചെയ്തത്. 1992-97 ആയിരുന്നു 8th 5 ഇയർ പ്ലാൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു 5 ഇയർ പ്ലാൻ ആയിരുന്നു 8th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളിസി ഓഫ് പ്രൈവറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ബിഗാൻ ചെയ്തും ഈ 8th 5 ഇയർ പ്ലാനിലൂടെയാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയെല്ലാം ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രൈവറ്റ് സെക്ടറെ എൻകറേജ് ചെയ്തും ഈ ഒരു ടൈം പീരീഡിലായിരുന്നു. 1969 വരെ 74 വരെയുള്ള കാലഘട്ടമാണ് 4th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലെ ചലഞ്ചസുകളൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇത് മുന്നോട്ട് വെച്ച എഡ്യൂക്കേഷണൽ ഫീൽഡിൽ മുന്നോട്ട് വെച്ച മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യുന്നത് അത് എക്സ്പാൻഡ് ചെയ്യുക, ടെക്നിക്കൽ എഡ്യൂക്കേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ഡിസ്പാരിറ്റീസ്, എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡിസ്പാരിറ്റീസൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ വരുന്നതാണ്. ഈ പ്ലാൻ ഫോക്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, റിസർച്ചും ഇന്നോവേഷൻസൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇതിൽ വരുന്നതാണ്. ന്യൂ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, IIT NITകളൊക്കെ. പുതിയ കോഴ്സും പ്രോഗ്രാംസുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നിവയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിങ്ങിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതെല്ലാം 4th 5 ഇയർ പ്ലാനിൽ വരുന്ന കാര്യങ്ങളാണ്. 1980-85 ആണ് 6th 5 ഇയർ പ്ലാൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ എല്ലാ സെക്ടറിലുള്ളവർക്കും എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതൊക്കെയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. 10th 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2002-2007 കാലഘട്ടങ്ങളായിരുന്നു. എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ആക്സസ് ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ എൻറോൾമെൻറ്റ് ഇൻക്രീസ് ചെയ്യുക, നമ്മുടെ ഇക്വിറ്റി പ്രൊമോട്ട് ചെയ്യുക, ഇൻക്ലൂഷൻ നടപ്പിലാക്കുക, അതായത് എല്ലാവരെയും എഡ്യൂക്കേഷൻ സെക്ടറിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുക, റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സയൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യ വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ കൽക്കട്ട ഇൻ 1817 അതായത് 1817 കൽക്കട്ടയിൽ ആദ്യമായിട്ട് സയൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ തുടങ്ങിയത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുരേന്ദ്രനാഥ് കോളേജ്, ഔഷധ് മുഖർജി കോളേജ്, സെൻറ്റ് സേവിയർ കോളേജ്, ഹിന്ദു കോളേജ്. ആൻസർ എന്ന ഓപ്ഷൻ 4 ആണ്, ഹിന്ദു കോളേജാണ്. ഇന്ത്യയിലെ കൽക്കട്ടയിലെ ഹിന്ദു കോളേജ് 1817 എസ്റ്റാബ്ലിഷ് ചെയ്തത്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ടീച്ച് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ഇത്. സയൻസ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ് എന്നിവയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകളൊക്കെ ഇത് ഓഫർ ചെയ്തു. ഇവിടെ ഇംഗ്ലീഷും ഇന്ത്യൻ ലാംഗ്വേജസും പഠിപ്പിച്ചിരുന്നു. ഇതൊരു നോൺ ഗവൺമെൻറ്റൽ കോളേജായിരുന്നു. ഇത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഇതിവിടെ ഗ്രാമർ, റൈറ്റിംഗ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, അസ്ട്രോണമി, മാത്സ് എന്നിവയെല്ലാം പഠിപ്പിച്ചിരുന്നു. രാജാറാം മോഹൻ റോയ് ആണ് ഈ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1855 ഇത് പ്രസിഡൻസി കോളേജ് എന്ന പേരിൽ റീനെയിം ചെയ്തു. ഇതൊരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ കോളേജ് പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഇത് കൊൽക്കട്ടയിലെ ഒരു പബ്ലിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണിപ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ കുഡ് ഗെറ്റ് fill up with the transfer of control of education in 1921 അതായത് 1921 നമ്മുടെ ആ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം
ആരുടെ കൺട്രോളിലോട്ട് ട്രാൻസ്ഫർ ആയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് വൈസ്രോയി, ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് പ്രൊവിൻസ്, ദ ക്രിസ്ത്യൻ മിഷണറീസ്, യൂറോപ്യൻ എലൈറ്റ്. അത് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് പ്രൊവിൻസിലോട്ട് വരുവാണ് ചെയ്തത് 1921. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ സെയിം ഇയർ 1960? അത് 1916 വന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ്, അതിൻ്റെ ഇപ്പോഴത്തെ പേര്, പഴയ പേജ്, അത് ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതിൻ്റെ അന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ബോംബെ യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വുമൺ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി, SNDT വുമൺ യൂണിവേഴ്സിറ്റി എന്നിവയാണ് 1916 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1857 ബോംബെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ എന്നിത് അറിയപ്പെടുന്നുണ്ട്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. മാളവ്യ ഒരു നാഷണലിസ്റ്റ് ലീഡറും എഡ്യൂക്കേറ്ററും ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇത് മഹാരാജ കൃഷ്ണരാജ വാദിയാർ 4ൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ഫൗണ്ട് ചെയ്തത്. ഇത് ഇനാഗ്രേറ്റ് ചെയ്ത് 1916. SNDT വുമൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഫസ്റ്റ് വുമൺ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ആദ്യത്തെ വുമൺ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഫൗണ്ട് ചെയ്ത മഹർഷി ഡോക്ടർ DK കർവയാണ് 1916. 1882 സ്ഥാപിതമായതാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി. അതൊരു ഇന്ത്യൻ കോളേജിയറ്റ് പബ്ലിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. Next question, given below 2 statements. Statement 1, if big corporate houses establish university in India, quality professional training and education can be given to students. Statement 2, it is expected that universities and institutes established by corporate houses will be world leaders in education. In the light of the above statement, choose the most appropriate answer from the options given below. Statement 1 പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയിൽ വലിയ കോർപ്പറേറ്റ് ഹൗസസ് ഒക്കെ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ നൽകാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുകയാണ്, ഈ കോർപ്പറേറ്റ് ഹൗസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് ലീഡേഴ്സ് ആയിരിക്കും. നമ്മൾ എഡ്യൂക്കേഷനിലെ വേൾഡ് ലീഡേഴ്സ് ആയിരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So in the light of the above statement, choose the most appropriate answer from the options given below. Both the statement 1 and statement 2 are correct. Both the statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ഇത് നമുക്ക് രണ്ടും ശരിയും രണ്ടും തെറ്റുമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ റീഡിങ് ദ പാസേജ് ആണ്. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരിക്കും. ഈ പാസേജ് നോക്കിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ ഇൻ മെനി ഇൻട്രസ്റ്റിംഗ് വേസ്. They may consist of signs, gestures, looks, sounds, smells, or even light produced by the body. Song and dance are the other means of communication. അതായത് ആനിമൽസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതികളിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് സൈൻസ് ഉണ്ട്, ജസ്റ്റേഴ്സ് ഉണ്ട്, ലുക്സ് ഉണ്ട്, സൗണ്ട്സ് ഉണ്ട്, സ്മെൽസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് വരെയും ആ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് സോങ്ങും ഡാൻസും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. When faced with the danger, animals warn others using signals such as smoke, charges, grimaces, or sound. They also call their mates, inform other members of the group about the source of food, advertise territory, and teach the young the ways of the world. Baby birds call their parents for help and attention and demand food. ഇനി ഡേഞ്ചറൊക്കെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആനിമൽസ് മറ്റ് ആനിമൽസിന് സിഗ്നൽസ് കൊടുത്തുകൊണ്ട് വാൺ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മോക്ക് ചാർജസ്, സൗണ്ട്സ് എന്നിവയൊക്കെയാണ് അവരിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയ്ഡ്സിനെ ആകർഷിക്കാനും അതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സിന് ഫുഡ് ഇവിടെ ഉണ്ട് എന്ന് ഇൻഫോം ചെയ്യാനൊക്കെ ആയിട്ട് അവർ സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെറിട്ടറീസ് അഡ്വർടൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ അവരുടെ യങ് ആയിട്ടുള്ള ബ്രീഡ്സിനൊക്കെ
നമ്മുടെ ലോകത്തെപ്പറ്റി ടീച്ച് ചെയ്യാനൊക്കെ അവർ ഈ സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബേബി ബേർഡ്സിന് പേരൻസ് ഹെൽപ്പിന് വേണ്ടിയും അറ്റൻഷന് വേണ്ടിയും ഫുഡ് ഡിമാൻഡ് ചെയ്യാനൊക്കെ ആയിട്ടും സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ രീതികളിലൊക്കെ ഇവർ സയൻസ് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രീതികളാണ്. ഇനി Far from being a silent world, the ocean is a noisy place. Fishes, mollusks, sea lions, walruses, whales and dolphins chatter away in the waters using a variety of sound whistles, squeaks, clicks and groans which range from low pitch to ultrasonic sound beyond the range of human hearing. Whales and dolphins are sometimes called the musicians of the sea as birds are the ഓഫ് ദ സ്കൈ. അതായത് ഓഷ്യൻ എന്ന് പറയുന്നതും ഒരു നോയ്സി പ്ലേസ് ആണ്. അതായത് നമ്മുടെ ഓഷ്യനിലുള്ള ജീവജാലങ്ങളും ഇതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള വേസ് അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സീ ലയൺസ്, വെയിൽസ്, ഡോൾഫിൻസ് ഒക്കെ വെറൈറ്റി ഓഫ് സൗണ്ട്സുകളും വിസിൽസും ക്ലിക്സും ഗ്രോൺസ് മുരളുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ലോ പിച്ച് ടു അൾട്രാസോണിക് സൗണ്ട് വരെ റേഞ്ച് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഹ്യൂമൻസിന് അത് ഹിയർ ചെയ്യാനായിട്ട് പോലും സാധിക്കത്തില്ല. ആ ഒരു രീതിയിൽ വരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ വെയിൽസിനെയും ഡോൾഫിൻസിനെയും ഒക്കെ മ്യൂസിഷ്യൻസ് ഓഫ് ദ സീ, അതായത് സീയിലെ പാട്ടുകാരെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ബേർഡ്സിന് മ്യൂസിഷ്യൻസ് ഓഫ് ദ സ്കൈ എന്ന് അറിയപ്പെടുന്നത് പോലെ മ്യൂസിഷ്യൻസ് ഓഫ് ദ സീ എന്ന പേരിൽ അറിയപ്പെടുന്ന വെയിൽസും ഡോൾഫിൻസുമാണ്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള പാസേജാണ്. ആനിമൽസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള പാസേജാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആനിമൽ യൂസ് സൗണ്ട്സ് ടു. ആനിമൽസ് എന്തിനാണ് സൗണ്ട്സ് യൂസ് ചെയ്യുന്നത്? അഡ്വർടൈസ് ടെറിട്ടറി, വാൺ ഓഫ് ഡേഞ്ചേഴ്സ്, കോൾ ദെയർ മെയിൻസ്, ഇൻവൈറ്റ് ദെയർ എനിമീസ്, ഇൻഫോ അതേഴ്സ് അബൌട്ട് ദ സോഴ്സ് ഓഫ് ഫുഡ്. ഇതൊക്കെയാണ്. അഡ്വർടൈസ് ടെറിട്ടറി ഉണ്ട്, ഡേഞ്ചർ വാൺ ചെയ്യാനുണ്ട്, അവരുടെ മെയ്ഡ്സിനെ വിളിക്കാനുണ്ട്, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫുഡ് എവിടെയാണെന്ന് ബാക്കിയുള്ളവരെ ഇൻഫോം ചെയ്യാനായിട്ടും ആനിമൽസ് സൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിമീസിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അവർ സൗണ്ട്സ് യൂസ് ചെയ്യുന്നില്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് വേയ്സ് ഇൻ വിച്ച് ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. അതായത് ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേരിയസ് വേയ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോങ് ആൻഡ് ഡാൻസ്, സ്പീച്ച്, സൈൻസ്, സൗണ്ട്സ്, വേർഡ്സ്. ഏതൊക്കെയാണ്? സോങ് ആൻഡ് ഡാൻസ് ഉണ്ട്, അതുപോലെ തന്നെ സൈൻസ് യൂസ് ചെയ്യാറുണ്ട്, സൗണ്ട്സും യൂസ് ചെയ്യാറുണ്ട്. സ്പീച്ചും വേർഡ്സും ആനിമൽസ് യൂസ് ചെയ്യാറില്ല. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ഇനി മ്യൂസിഷ്യൻസ് ഓഫ് ദ സ്കൈ, അതായത് സ്കൈയിലെ മ്യൂസിഷ്യൻസ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാൾറസ്, ആനിമൽസ്, ഡോൾഫിൻ, ബേർഡ്സ്. ഏതാണ്? ബേർഡ്സ് ആണ്. ഡോൾഫിൻ എന്നാണ്? മ്യൂസിഷ്യൻസ് ഓഫ് ദ ഓഷ്യൻ ആണ്. ബേർഡ്സ് ആണ് മ്യൂസിഷ്യൻസ് ഓഫ് ദ സ്കൈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അൾട്രാസോണിക് സൗണ്ട്സ് ആർ സൗണ്ട് വിച്ച് ആർ, അതായത് അൾട്രാസോണിക് സൗണ്ട് എങ്ങനെയുള്ള സൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ഡ് ബൈ ഹ്യൂമൻസ്, ഓഡിബിൾ ടു ഹ്യൂമൻസ്, ഡിസ്ലൈക്ഡ് ബൈ ഹ്യൂമൻസ്, ഇൻഓഡിബിൾ ടു ഹ്യൂമൻസ്. ഏതാണ്? ഇൻഓഡിബിൾ ടു ഹ്യൂമൻസ് ആണ്. അൾട്രാസോണിക് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. Last question, given below 2 statements. Statement 1, sharks and crocodiles are called the musicians of the sea. Statement 2, baby birds cannot express their needs. In the light of the above statement, choose the most appropriate answer from the options given below. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുകയാണ് ഷാർക്സും ക്രോക്കഡൈൽസും ആണ് മ്യൂസിഷ്യൻസ് ഓഫ് ദ സ്കീ എന്ന പേരിൽ അറിയപ്പെടുന്നത്, സി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഓഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന. സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത് ബേബി ബേർഡ്സിന് അവർക്ക് ഒരിക്കലും അവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. അതായത് നമ്മൾ മ്യൂസിഷ്യൻസ് ഓഫ് ദ സ്കൈ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബേർഡ്സും മ്യൂസിഷ്യൻസ് ഓഫ് ദ സീ എന്ന പേരിൽ അറിയപ്പെടുന്ന വെയിൽസും ഡോൾഫിൻസുമാണ്. ക്രോക്കഡൈൽസ് അല്ല, വെയിൽസും ഡോൾഫിൻസുമാണ് മ്യൂസിഷ്യൻസ് ഓഫ് ദ സീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റായിട്ട് വന്നത്. അതുപോലെ തന്നെ ബേബി ബേർഡ്സിന് അവർക്ക് അവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 2 പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ബേബി ബേർഡ്സിന് അവർക്ക് പേരൻസിനെ കോൾ ചെയ്യാൻ, അതായത് അവർക്ക് അവരുടെ ഹെൽപ്പ് കിട്ടാനായിട്ട്, അറ്റൻഷൻ കിട്ടാനായിട്ട്, ഫുഡ് ഡിമാൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ സയൻസ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള വേയ്സ് ഉണ്ട്, അവരവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യുന്നുമുണ്ട്. സോ അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റായിട്ട് വന്നത്.
സോ നമ്മൾ 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 2023 ഡിസംബർ സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോയോട് കൂടി നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് ആ ഒരു സൈക്കിളിൽ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ അടുത്ത സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. താങ്ക്